നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഡയറക്റ്റ് ക്ലാസ്സിലേക്ക് കയറുകയാണ് കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർ കണക്ഷൻ, അതായത് ത്രീ ഫേസ് ഇൻ്റർ കണക്ഷനും സ്റ്റാർ കണക്ഷൻ എന്താണെന്നുള്ളത് കണ്ടു അല്ലേ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽറ്റ കണക്ഷൻ. സ്റ്റാർ കണക്ഷൻ കഴിഞ്ഞാൽ ഡെൽറ്റ ഓർ മെഷ് കണക്ഷൻ. ഈ ഡെൽറ്റ കണക്ഷൻ എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു വൈൻഡിങ്ങിന് നമ്മൾ നേരത്തെ പറഞ്ഞു, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരു വൈൻഡിങ്ങിന് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഒരു സ്റ്റാർട്ടുണ്ട് ഫിനിഷ് ഉണ്ട് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ചാൽ സിമിലറായിട്ടുള്ള എൻഡ്സാണ് നമ്മൾ ജോയിൻ ചെയ്തത്, അതുകൊണ്ടാണ് സ്റ്റാർ ആയിട്ട് വരിക. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഡിസിമിലറായിട്ടുള്ള എൻഡ്സ് ജോയിൻ ചെയ്യും. അപ്പോൾ ഒരു വൈൻഡിങ്ങിൻ്റെ സ്റ്റാർട്ടിലോട്ട് അടുത്ത വൈൻഡിങ്ങിൻ്റെ എന്ത് ചെയ്യും, ഫിനിഷ് കൊടുക്കും. അടുത്ത വൈൻഡിങ്ങിൻ്റെ സ്റ്റാർട്ടിലോട്ട്, അപ്പോൾ ഇവിടെ സ്റ്റാർട്ട്, അടുത്തതിൻ്റെ ഫിനിഷ് കൊടുക്കും. അങ്ങനെ ഡിസിമിലറായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഈ ഒരു കണ്ടീഷനായി മാറും. ഓക്കെ, അപ്പോൾ അത് കണക്ട് ചെയ്ത് വന്നപ്പോൾ എന്തായി, ഇങ്ങനെ ഡെൽറ്റ കണക്ഷനായിട്ട് എന്ത് ചെയ്തു വന്നു. ഓക്കെ, അപ്പോൾ ഇത് പറയുന്നത് എന്താണ്, കണക്ഷൻ ഓഫ് ഡിസിമിലർ എൻഡ്സ് ആർ ഡൺ. ഓക്കെ, ഇറ്റ് ഫോംസ് ഡെൽറ്റ കണക്ഷൻ. എ 3 ലൈൻ കണ്ടക്ടേഴ്സ് ആർ ടേക്കൺ ഫ്രം 3 ജംഗ്ഷൻസ്. അപ്പോൾ ഈ 3 ജംഗ്ഷനിൽ എന്ത് ചെയ്യും, 3 ജംഗ്ഷനിൽ 3 കണ്ടക്ടേഴ്സ് എടുക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാം, ഈ ലൈനിൻ്റെ ഇടയിലുള്ള വോൾട്ടേജ് നമ്മൾ ലൈൻ വോൾട്ടേജ് പറയും, ഈ ലൈനിൻ്റെ ഇടയിലുള്ള വോൾട്ടേജിന് ലൈൻ വോൾട്ടേജ് പറയും. അപ്പോൾ നമുക്ക് ലൈൻ വോൾട്ടേജ് എന്താണെന്ന് മനസ്സിലായി, ഇതിൻ്റെ ഇടയിലുള്ള പറയും. അതേപോലെ ഫേസ് ആണ് എന്താണ്, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഫേസിന് അക്രോസുള്ള ഒരു വോൾട്ടേജ് ഉണ്ടാവും, ഈ ഫേസിന് അക്രോസുള്ള വോൾട്ടേജ്. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഫേസിൻ്റെ ജോയിൻ്റ് ചെയ്ത് പോണതും ഇതും സെയിം തന്നെയല്ലേ. അപ്പോൾ ശരിക്കും നമുക്ക് ബൈ വിഷ്വലി വി ക്യാൻ സേ ദാറ്റ് വി ലൈൻ ഈസ് ഈക്വൽ ടു വി ഫേസ് എന്ന് പറയാം. നേരെ വെച്ചാൽ സ്റ്റാർ കണക്ടറിൽ എന്തായിരുന്നു, വി ലൈൻ ഈസ് ഈക്വൽ ടു √3 വി ഫേസും IL ഈസ് ഈക്വൽ ടു I ഫേസും ആയിരുന്നു. അപ്പോൾ ഇവിടെ വി ലൈൻ ഈസ് ഈക്വൽ ടു വി ഫേസ് എന്ന് പറയാം. ഇനി അടുത്ത കാര്യം എന്താ വെച്ചാൽ, നമ്മൾ കറണ്ടിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ വരുന്ന കറണ്ട് അല്ലെങ്കിൽ ഇവിടെ വരുന്ന കറണ്ട് ഇങ്ങോട്ടും സ്പ്ലിറ്റ് ചെയ്തു പോകും അല്ലേ. അപ്പോൾ ഇവിടെ എന്തായി, കറണ്ട് വ്യത്യാസം വന്നു. അപ്പോൾ അവിടെ നേരത്തെ സ്റ്റാർ കണ്ടീഷൻ ആയിരുന്നെങ്കിൽ എന്തായിരുന്നു, വി ലൈൻ ഈസ് ഈക്വൽ ടു √3 വി ഫേസും IL ഈസ് ഈക്വൽ ടു I ഫേസും ആയിരുന്നു. ബട്ട് ഇൻ ഡെൽറ്റ കണക്ഷൻ നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കണം, VL ഈസ് ഈക്വൽ ടു എന്താണ്, വി ഫേസ്, ആൻഡ് IL ഈസ് ഈക്വൽ ടു √3 I ഫേസ്. ഇത് എപ്പോഴും ഓർമ്മ ഉണ്ടാവണം. എന്താ കാരണം വെച്ചാൽ നമുക്ക് പ്രോബ്ലത്തിലൊക്കെ ആവശ്യം വരും. അപ്പോൾ ലൈൻ ടു ലൈൻ വോൾട്ടേജിനാണ് നമ്മൾ പറയുക ലൈൻ വോൾട്ടേജസ് പറയുക. അതായത് ഏതൊക്കെയാണ്, VRY, VYB, VBR എക്സെട്ര. ദർ ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് 120 ഡിഗ്രി അപ്പാർട്ട് ഈച്ച് അതർ. ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ആണ് 120 ഡിഗ്രി അപ്പാർട്ട് ഈച്ച് അതർ. ഇനി വോൾട്ടേജ് അക്രോസ് ഈച്ച് ഫേസ്, അതാണ് ERY, EYB, EBR. അതിന് പറയുന്ന പേര് എന്താണ്, they are phase voltages, they are equal in magnitude and 120 degree apart each other. Similarly, ഇനി ഇവിടെ എന്താണ്, ഇവിടെ നോക്കിയേ, ന്യൂട്രൽ കോമൺ പോയിന്റ് ഉണ്ടോ, ഇല്ല. അതുകൊണ്ട് ന്യൂട്രൽ പോയിന്റ് പറഞ്ഞൊരു സംഭവം എന്തില്ല, ഇവിടെ ഇല്ല. ഓക്കെ, അപ്പോൾ ഹിയർ ബിറ്റ്വീൻ 2 ലൈൻസ് 1 ഫേസ് ഈസ് കോൾഡ് 1 ഫേസ് ആണ്. ഒരു 2 ലൈനിൽ ഒരു ഫേസേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് EL ഈസ് ഈക്വൽ ടു E ഫേസ് എന്നോ VL ഈസ് ഈക്വൽ ടു വി ഫേസ്. ഇയും വിയും പറയുന്നതുകൊണ്ട് വ്യത്യാസമൊന്നുമില്ല കേട്ടോ. ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഡിനോട്ട് ചെയ്തോളൂ. നമ്മളത് ലാസ്റ്റ് VL ഈസ് ഈക്വൽ ടു വി ഫേസ് എന്നിട്ട് എഴുതണം. ലൈൻ വോൾട്ടേജ് ആൻഡ് ഫേസ് വോൾട്ടേജ് റിലേഷൻ, ഇതാണ് നമ്മളുടെ നേരത്തെ സിസ്റ്റം. സിൻസ് ദ സിസ്റ്റം ഈസ് ബാലൻസ്ഡ്, സിസ്റ്റം ബാലൻസ്ഡ് ആയതുകൊണ്ട് since the system is balanced, 3 phase voltages are equal in magnitude but displaced 120 degree by each other. അപ്പോൾ നമുക്കൊരു കാര്യം, നമ്മൾ ബാലൻസ്ഡ് കണ്ടീഷനാണെങ്കിൽ 3 ഫേസ് വോൾട്ടേജസിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആയിരിക്കും, പക്ഷേ എന്താണ് 120 ഡിഗ്രി ഡിസ്പ്ലേസ്ഡ് ആയിരിക്കും. ഓൺ എക്സാമിനേഷൻ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, ഡെൽറ്റ കണക്ഷനിൽ VL ഈസ് ഈക്വൽ ടു വി ഫേസ് ആണെന്ന് പറഞ്ഞു. ഇനി ILൻ്റെ കാര്യം, അപ്പോൾ നമുക്കിവിടെ അറിയാം ലൈൻ വോൾട്ടേജും ഫേസ് വോൾട്ടേജും എന്താണ്, സെയിം അറിയാം. ദെൻ ലൈൻ കറണ്ട് ആൻഡ് ഫേസ് കറണ്ട് റിലേഷൻ, അതെങ്ങനെയാണ് നാളെ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ നോക്കിയേ, ഇവിടെ ഈ IY ഇങ്ങോട്ട് വന്നു, ഇതിലേക്ക് പോകുന്നുണ്ട്, IR ഇങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ IY മൈനസ് IR എന്നുള്ളത് നമുക്ക് എഴുതാൻ പറ്റും. അതേപോലെ IB മൈനസ് IY, അതുപോലെ IR മൈനസ് IB. ഇത് നോക്കി IB ഇങ്ങോട്ട് വന്ന് IY അങ്ങോട്ട് പോയി. അപ്പോൾ IB മൈനസ് IY, ഇവിടെ IR വന്നു, IB ഇങ്ങോട്ട് പോയി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, നമ്മൾ അതിൻ്റെ ഒരു വെക്റ്റർ ഡയഗ്രാം എങ്ങനെ വരക്കാൻ പറ്റുമെന്ന് നോക്കുകയാണ്. അപ്പോൾ ആദ്യം ഫേസ് കറണ്ട് IR, IY ആൻഡ് IB ആർ ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡിസ്പ്ലേസ്ഡ്. എല്ലാതും ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡും 120 ഡിഗ്രി ഡിസ്പ്ലേസ്ഡ് ആണ്. അങ്ങനെയാണ് 360 ഡിഗ്രി വരുന്നത്. ലൈൻ കറണ്ട് ഈസ് ഫേസർ ഡിഫറൻസ് ഓഫ് കൺസേൺഡ് കറണ്ട്. ദാറ്റ് ഈസ് കറണ്ട് ഇൻ ലൈൻ 1 I1. ലൈൻ 1 I1 എന്ന് പറഞ്ഞാൽ എന്താണ്, IR മൈനസ് IB ആണ്. IR മൈനസ് IB, അതാണ് ഫേസർ ഡിഫറൻസ്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്തു, നമ്മൾ നാൾ വരച്ച പോലെ ഞാൻ ഈ കാണിക്കുന്നത് നിങ്ങൾ ശരിക്കും കാണണം. ഇവിടെ നമ്മൾ ആദ്യം എന്ത് ചെയ്തു, IR എന്നുള്ളൊരു സാധനം വരച്ചു വെച്ചു. എന്നാലും എന്ത് ചെയ്തു, IY വരച്ചു വെച്ചു, IB വരച്ചു വെച്ചു, റൈറ്റ്.
അപ്പോൾ നമുക്ക് ആദ്യം ലൈൻ 1 കിട്ടണമെങ്കിൽ എന്താണ് IY ഫേസർ ഡിഫറൻസ് IY മൈനസ് IR അല്ല IR മൈനസ് IB ആണ്. അപ്പോൾ ഇവിടെ IR ഓൾറെഡി ഉണ്ട്. പിന്നെ IB എന്താണ് എവിടെയുള്ളത് IB ഇവിടെ ഉള്ളത് മൈനസ് IB ആണ് എന്താണ് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വന്നു കഴിഞ്ഞാൽ എന്തായി മൈനസ് IB ആയി. ദിസ് ഇസ് ദ മൈനസ് IB. സോ IR മൈനസ് IB പറഞ്ഞാൽ എന്തായിരിക്കും ദിസ് വിൽ ബി ദ IR മൈനസ് IB. ആ പറയുന്ന ക്വാണ്ടിറ്റി ഈ IR മൈനസ് IB ആണ് ശരിക്കും എന്ത് ലൈൻ കറണ്ട്, IR ആണെന്ത് ഫേസ് കറണ്ട്. അപ്പോൾ ഇത് കാണാൻ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ നേരത്തെ നമ്മൾ ചെയ്തില്ലേ √3 ഇൻറ്റു cos 60/2 അതായത് 30 ഡിഗ്രി അല്ലേ ഇവിടെ വരിക, ഇവിടെ 30 ഡിഗ്രി വരിക. അപ്പോൾ അത് കാണിച്ചു തരാം, 1 സെക്കൻഡ്. IR മൈനസ് IB എന്താ I1 is equal to 2 I face cos 60°/2, that is 2 I face cos 30, that is √3 I face. ഓക്കെ, അതേപോലെ അടുത്തത് എടുക്കുക. അടുത്തത് എന്താണ് IY മൈനസ് IR. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ എന്താണ് IY കണ്ടോ, IY ഇവിടെ ഉണ്ട്, IR ഇവിടെ ഉണ്ട്. അപ്പോൾ മൈനസ് IR എന്താണ് നേരെ ഓപ്പോസിറ്റ് മൈനസ് IR. അതിൻ്റെ വെക്റ്റർ സം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായി വെക്റ്റർ സം ഓഫ് IY മൈനസ് IR ഓർ വെക്റ്റർ ഡിഫറൻസ് ഓഫ് IY മൈനസ് IR. ഓക്കെ, IY ആൻഡ് IR വെക്റ്റർ ഡിഫറൻസ് ഓഫ് IY ആൻഡ് IR. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇത് എഴുതുക. ഇനി അടുത്ത എന്താണ് ഇത് കിട്ടാൻ IB മൈനസ് IY ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ അതേപോലെ കിട്ടും. ഒരു ഐഡിയ ഉണ്ടാവും നിങ്ങൾക്ക് തോന്നുന്നു. അതാണ് കറണ്ട് ഇൻ ലൈൻ 1 എന്തൊക്കെയെന്നുള്ളത് എഴുതി നമ്മൾ ആ എഴുതിയ കാരണങ്ങൾ. I1 ഇൻ ലൈൻ 1 ഈസ് ദ ഫേസർ ഡിഫറൻസ് ഓഫ് IR ആൻഡ് IB. നമ്മൾ പറഞ്ഞു IRൻ്റെ IBയുടെ ഫേസർ ഡിഫറൻസ് ആണ്. ടു സബ്ട്രാക്ട് IB ഫ്രം IR, റിവേഴ്സ് ദ ഫേസർ IB ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് ഫേസർ സം വിത്ത് IR ആസ് ഷോൺ ഇൻ ദ ഫിഗർ. നമ്മൾ ആ ഫേസർ സം കാണിച്ചില്ലേ, അതായത് നമ്മൾ IY മൈനസ് IY കിട്ടണമെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് വരയ്ക്കുക. ഓക്കെ, അപ്പോൾ 2 ഫേസസ് IR മൈനസ് IB ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡാണ്, അത് 60 ഡിഗ്രി അപ്പാർട്ടാണ്. അപ്പോൾ I1 കിട്ടണമെങ്കിൽ 2 I face cos 60/2, ദാറ്റ് ഈസ് 2 I face cos 30, ദാറ്റ് ഈസ് √3 I face. Therefore similarly I2 is equal to ഇതേപോലെ എഴുതാം. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഹിയർ I1 I2 I3, അതായത് ഇവിടെ നോക്കിയേ ഈ കാണുന്ന ഇത് I1 ആണ്, ഇത് I2 ആണ്, ഇത് I3 ആണ്, ഇത് 3 ആണ് കേട്ടോ, ദിസ് ഇസ് 3. ഓക്കെ, I1 I2 I3 എന്നുള്ളത് നമുക്ക് ലൈൻ കറണ്ടായിട്ട് പറയാം, മറ്റെന്താണ് ഫേസ് കറണ്ടായിട്ട് പറയാം. സോ വി ക്യാൻ സേ ദാറ്റ് ഇൻ ഡെൽറ്റ കണക്ഷൻ IL is equal to √3 I face. Hence in a balanced star delta connection we can say that line current IL is equal to √3 I face. All the line currents are equal in magnitude, that is √3 I face, but displaced 120 degree from each other. ഇനി ലൈൻ കറൻസ് എന്താണ് പ്ലസ് ഓർ മൈനസ് 30 ഡിഗ്രി. അപ്പോൾ നമുക്ക് ലൈൻ കറൻസ് എപ്പോഴും എന്താണ് വോൾട്ടേജിനെക്കാട്ടും പിന്നെ പ്ലസ് ഓർ മൈനസ് 30 ഡിഗ്രി, അതായത് ഡിപ്പെൻഡിങ് അപ്പോൺ ലോഡിൽ വരും. ഓക്കെ, ഫേസ് കറണ്ട് എന്നായിട്ട് ഡിപ്പെൻഡിങ് അപ്പോൺ ലോഡ് വരും. പവർ ടോട്ടൽ പവർ നമ്മൾ പറഞ്ഞു P is equal to 3 ഫേസ് ഉണ്ട്, അപ്പോൾ 3 ഇൻറ്റു V ഫേസ് I ഫേസ് cos 5 അല്ലേ, പവർ പെർ ഫേസ് 3 ഇൻറ്റു V ഫേസ് I ഫേസ് cos 5. ഫോർ ഡെൽറ്റ കണക്ഷൻ എന്താണ് IL is equal to √3 I ഫേസ് ആണ്, VL is equal, അപ്പോൾ ലൈനിൻ്റെ ടേമിൽ എഴുതാൻ P is equal to 3 ഇൻറ്റു VL ഇൻറ്റു IL/√3 cos 5, ദാറ്റ് ഈസ് √3 VL IL cos 5. ഇത് വെട്ടി പോയി കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ആ പവറിൻ്റെത് ഫേസ് പാരാമീറ്റേഴ്സാണ്, ലൈൻ പാരാമീറ്റേഴ്സ് ഇങ്ങനെയാണെങ്കിൽ എന്നുള്ളത് നമ്മൾ എഴുതി വെച്ചു. അടുത്താണ് അഡ്വാൻറ്റേജസ് ഓഫ് സ്റ്റാർ ആൻഡ് ഡെൽറ്റ. ഈ സ്റ്റാർ കണക്ഷനും ഡെൽറ്റ കണക്ഷനുള്ള അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്നുള്ള. സ്റ്റാർ കണക്ഷൻ V ഫേസ് ഈസ് ഈക്വൽ ടു VL/√3 ആണെന്ന് പറഞ്ഞു നമ്മൾ അല്ലേ. V ഫേസ് ഈസ് ഈക്വൽ ടു VL തെറ്റത്, VL ഈസ് ഈക്വൽ ടു √3 V ഫേസ് സ്റ്റാർ കണക്ഷൻ ആണെങ്കിൽ V ഫേസ് പറഞ്ഞു കഴിഞ്ഞാൽ VL/√3 അല്ലേ. സിൻസ് ദ ഇൻഡ്യൂസ്ഡ് EMF V ഫേസ് ഇൻ ദ ഫേസ് വൈൻഡിങ് ഓഫ് ആൻ ആൾട്ടർനേറ്റർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ നമ്പർ ഓഫ് ടേൺസ്, എ സ്റ്റാർ കണക്റ്റഡ് ഓൾട്ടർനേറ്റർ വിൽ റിക്വയർ ലെസ് നമ്പർ ഓഫ് ടേൺസ്. സ്റ്റാർ കണക്റ്റഡ് ഓൾട്ടർനേറ്റർ എന്താണ് ഡെൽറ്റ കണക്റ്റഡിനെക്കാട്ടും ഓൾട്ടർനേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് ജനറേറ്ററിനെ പറയണത്, AC ജനറേറ്ററിന് AC അതായത് ഹൈ ഹ്യൂജിൽ ജനറേറ്റ് ചെയ്യണതിന് പറയണതാണ് ഓൾട്ടർനേറ്റർ ആണ്. അത് സെയിം ലൈൻ വോൾട്ടേജിന് നമുക്ക് എന്താണ് നമ്പർ ഓഫ് ടേൺസ് എന്ത് മതി കുറവ് മതി. അടുത്തത് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ ദ സെയിം ലൈൻ വോൾട്ടേജ് എ സ്റ്റാർ കണക്റ്റഡ് ഓൾട്ടർനേറ്റർ റിക്വയർസ് ലെസ് ഇൻസുലേഷൻ ദാൻ എ ഡെൽറ്റ കണക്റ്റഡ് ഓൾട്ടർനേറ്റർ. അതുപോലെ സെയിം ലൈൻ വോൾട്ടേജിന് നമുക്ക് പറയാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഫേസ് വോൾട്ടേജിനെക്കാട്ടും എന്താണ് പറയുക VL is equal to √3 V ഫേസ് ആണ് അല്ലേ. അപ്പോൾ ഫേസ് വോൾട്ടേജും ഇതും വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ വി കാൻ സേ ദാറ്റ് ഫോർ ദ സെയിം ലൈൻ വോൾട്ടേജ് സ്റ്റാർ കണക്റ്റഡ് ആൾട്ടർനേറ്റർ റിക്വയർസ് ലെസ് ഇൻസുലേഷൻ തന്നെ ഡെൽറ്റ കണക്റ്റഡ് ആൾട്ടർനേറ്റർ. ഡെൽറ്റ കണക്റ്റഡ് ആൾട്ടർനേറ്ററിനെക്കാട്ടും ലെസ് കണക്ഷൻ ഇൻസുലേഷൻ മതി. ഡ്യൂ ടു അബവ് 2 റീസൺ 3 ഫേസ് ഓൾട്ടർനേറ്റേഴ്സ് ആർ ജനറലി സ്റ്റാർ കണക്റ്റഡ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ കാരണം കൊണ്ട് ഒന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് കുറവ് മതി, രണ്ടാമത്തെ പറഞ്ഞാൽ എന്താണ് ഇൻസുലേഷൻ കുറവ് മതി. ഇത് കാരണം കൊണ്ട് വി ക്യാൻ സേ ദാറ്റ് 3 ഫേസ് ഓൾട്ടർനേറ്റേഴ്സ് ആർ ജനറലി സ്റ്റാർ കണക്റ്റഡ്.
അപ്പോൾ എന്തുകൊണ്ടാണെന്നൊക്കെ ചോദിക്കാം, പക്ഷേ ഇലക്ട്രിക്കലിൻ്റെ പിള്ളേർക്കൊക്കെ അത് ചോദിക്കുള്ളൂ, നിങ്ങൾക്ക് ചോദിക്കില്ല. ഇപ്പോൾ അതർ ബ്രാഞ്ചസിനെ ചോദിച്ചോളുന്നില്ല. ഇൻ സ്റ്റാർ കണക്ഷൻ വി ക്യാൻ ഗെറ്റ് 3 phase 4 wire സിസ്റ്റം. ഇനി സ്റ്റാർ കണക്ഷനിൽ നമുക്കറിയാം 3 phase 4 wire സിസ്റ്റം, ന്യൂട്രലും കൂടി വരില്ലേ, അപ്പോൾ RYBN വരും. ദിസ് പെർമിറ്റ്സ് ടു ഗെറ്റ് ന്യൂട്രൽ ആൻഡ് 2 വോൾട്ടേജ്, അതായത് ന്യൂട്രൽ ടു വോൾട്ടേജും ലൈൻ ആൻഡ് ഫേസ് വോൾട്ടേജ് ഇതൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ എന്താണ് VL = √3 V phase. സോ സിംഗിൾ ഫേസ് ലോഡ്സ് ക്യാൻ ബി കണക്റ്റഡ്, നമുക്ക് സിംഗിൾ ഫേസ് ലോഡ്സ് കണക്ട് ചെയ്യാൻ പറ്റും. ഇൻ സ്റ്റാർ കണക്ഷൻ ന്യൂട്രൽ ക്യാൻ ബി എർത്ത്. സ്റ്റാർ കണക്ഷനിൽ എന്താണ്, ന്യൂട്രൽ നമുക്ക് എർത്ത് ചെയ്യാൻ പറ്റും. ഇനി ഡെൽറ്റ കണക്ഷൻ ആണെന്ന് വിചാരിക്കുക. മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ റോട്ടറി കൺവെർട്ടേഴ്സിന് നമ്മൾ ഡെൽറ്റ കണക്ഷനാണ് യൂസ് ചെയ്യുന്നത്. മോസ്റ്റ് ഓഫ് 3 ലോഡ്സ് ആർ ഡെൽറ്റ കണക്റ്റഡ് റേദർ ദാൻ സ്റ്റാർ കണക്റ്റഡ്. ഈ 3 phase ലോഡ്സ് ഉണ്ടല്ലോ, അതൊക്കെ കൂടുതലും ഡെൽറ്റ കണക്റ്റഡ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഒരു വയർ കുറക്കാൻ പറ്റും. മോസ്റ്റ് ഓഫ് 3 phase ഇൻഡക്ഷൻ മോട്ടോഴ്സ് ആർ ഡെൽറ്റ കണക്റ്റഡ്. 3 phase ഇൻഡക്ഷൻ മോട്ടോഴ്സ് എന്താണ്, ഡെൽറ്റ കണക്റ്റഡ്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഇത് വരുന്നത്. ഇനി ഇതിൻ്റെ പ്രോബ്ലംസ് ഞാൻ അടുത്ത ക്ലാസ്സിൽ ഞാൻ ചെയ്തുതരാം. ഓക്കെ.